വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 63 63 അധ്യായം. ശ്രീശുക ഉവാച അവശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികാമാസാ വ്യതീയുരനുശോചതം. ശ്രീ ശിവബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇങ്ങനെ അപശ്യതാം ച അനിരുദ്ധം, അതായത് ഇങ്ങനെ അനിരുദ്ധനെ കാണാണ്ട് ശോകാകുലരായിട്ടുള്ള ആ ബന്ധുജനങ്ങൾ ചത്വാരോ വാർഷികാമാസ വ്യതീയു 4 മാസങ്ങൾ, ആ വർഷകാലത്തുള്ള ആ 4 മാസം ഉണ്ടല്ലോ, അങ്ങനെ ദ്വാരകയിൽ അവർ കഴിച്ചു കൂട്ടി എന്ന് പറയാണ്. അനിരുദ്ധനെ കാണാണ്ട് ആകെ വിഷമിച്ചുകൊണ്ട് എവിടെ പോയി എന്നറിയാണ്ട് അങ്ങനെ വിഷമിച്ചുകൊണ്ട് 4 മാസം ദ്വാരകയിൽ കഴിച്ചു കൂട്ടിയെന്ന്. നാരദത്തതുപാകർണ്യ വാർത്താംബദ്ധസ്യ കർമ്മച പ്രയയു ശോണിതപുരം കൃഷ്ണയ കൃഷ്ണദേവതാ. ഈ അനിരുദ്ധൻ ബന്ധിക്കപ്പെട്ടുള്ള വിവരം, അതായത് ശോണിതപുരത്തിൽ ബാണന്റെ കാരാഗൃഹത്തിലാണ് അനിരുദ്ധൻ എന്നുള്ള വിവരം നാരദ മഹർഷിയാണ്. നാരദാൽ തതുപാകർണ്യ വാർത്താം, ഈ വാർത്ത അറിഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പം തന്നെ അവരെല്ലാവരും കൂടി ആ കൃഷ്ണയ കൃഷ്ണദേവത, ഭഗവാൻ നേതാവായിട്ടുള്ള യാദവന്മാരെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ശോണിതപുരത്തിലേക്ക് വലിയൊരു സേനയിൽ കൂടി അങ്ങോട്ട് യാത്ര ചെയ്യും. പ്രദ്യുമ്നോ യുയുധാനശ്ച ഗദസാംബോധസാരണ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണാനുവർത്തിന അക്ഷൗഹിണീഭിർദ്വാദശഭി സമേതാ സർവതോദിശം രുരുധിർബാണനഗരം സമന്തൽ സത്വദർഷഭ. രാമകൃഷ്ണാനുവർത്തിന, ബലരാമൻ്റെ ശ്രീകൃഷ്ണനുണ്ട്, അവർ ആജ്ഞാനുവർത്തികളായിട്ടുള്ള പ്രദ്യുമ്നൻ, യുയുധാനൻ അതായത് സാത്യകി, ഗദൻ, സാമ്പൻ, സാരളൻ, പിന്നെ നന്ദൻ, ഉപനന്ദൻ, ഭദ്രൻ, ഇങ്ങനെയുള്ള യാദവ പ്രേമന്മാരെല്ലാവരും കൂടിയിട്ട് എങ്ങനെയാണ് അക്ഷൗഹിണി 12 അക്ഷൗഹിണി സൈന്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് പുറപ്പെട്ടിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഈ ബാണാസുരൻ്റെ ശോണിതപുരം എന്നുള്ള ആ നഗരത്തെ അങ്ങോട്ട് ഉപരോധിച്ചു. ഭജ്യമാനപുരോദ്യാന പ്രാകാര അട്ടാളഗോപുരം പ്രക്ഷമാണോരുഘാവിഷ്ട തുല്യസൈന്യോഭിനിര്യയൗ. അങ്ങനെ ഇവർ വന്ന് ഉപരോധിച്ചിട്ട് തൻ്റെ നഗരോദ്യാനങ്ങൾ, കോട്ടമതിലുകൾ, അതുമാതിരി കോട്ടത്തളങ്ങൾ, ഗോപുരങ്ങൾ ഇതെല്ലാം ഇങ്ങനെ തകർക്കുന്നതായിട്ട് കണ്ടിട്ട് ബാണാസുരൻ കോപാകുലനായിട്ട് ശത്രു സൈന്യത്തിന് തുല്യമായിട്ടുള്ള തൻ്റെ സൈന്യത്തോട് കൂടിയിട്ട് അത് എതിർക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വന്നു. ബാണാർത്ഥേ ഭഗവാൻ രുദ്ര സസുവൈ പ്രമദൈർവൃത ആരുഹ്യ നന്ദി വൃഷഭം യുധേ രാമകൃഷ്ണയോ. ഇവിടെ കൊട്ടാരം കാവൽക്കാരനായിട്ട് സാക്ഷാൽ പരമേശ്വരനുണ്ട്. അപ്പോൾ ബാണാർത്ഥേ, ആ ബാണൻ്റെ ആ രക്ഷയ്ക്ക് വേണ്ടി, ബാണന് വേണ്ടിയിട്ട് ഭഗവാൻ രുദ്ര പരമേശ്വരൻ തൻ്റെ പുത്രന്മാരോടും തൻ്റെ ഭൂതഗണങ്ങളോടും പ്രമദൈർവൃത ആരുഹ്യത, ഭഗവാൻ തന്നെ തൻ്റെ ആ കാള പുറത്താണ് കയറിയിട്ട് രാമകൃഷ്ണന്മാരോട് അവിടെ യുദ്ധത്തിന് പുറപ്പെട്ടു. ആസീൽ സുതുമുലം യുദ്ധം അത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരവി. അങ്ങനെ അവർ തമ്മിൽ അതിഭയങ്കര തുസുതുമൂലം വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് യുദ്ധം ആരംഭിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെ, ആരൊക്കെ തമ്മിലാണ്? രോമഹർഷ, എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. കൃഷ്ണശങ്കരയോ, ശ്രീകൃഷ്ണനും പരമേശ്വരനും തമ്മിൽ പ്രദ്യുമ്ന ഗുഹയോ രവി, പ്രദ്യുമ്നും സുബ്രഹ്മണ്യനും തമ്മിൽ അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി. ഭാണ്ഡ ഉപകർണാഭ്യാം ബലേന സംയുഗ സാമ്പസ്യ ബാണപുത്രേണ
ബാണേന സഹ സാത്യകേ ബ്രഹ്മാദയസുരാദീശ മുനയഃ സിദ്ധചാരണ ഗന്ധർവാപ്സരസോ യക്ഷ വിമാനൈർ ദ്രഷ്ടുമാഗമൻ. കുംഭാണ്ഡൻ, കൂപകർണൻ എന്നുള്ള ഭൂതത്തലവന്മാരോടാണ് ബലരാമനും അതുമാതിരി സാമ്പൻ ബാണാസുരൻ്റെ പുത്രനോടും സാത്യകി ബാണാസുരനോടും നേരിട്ട് അങ്ങോട്ട് യുദ്ധം തുടങ്ങി. ഈ യുദ്ധത്തിൻ്റെ ആ ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് മറ്റുള്ള ദേവപ്രവരന്മാർ അതുമാതിരി മഹർഷിമാർ സിദ്ധചാരണന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ യക്ഷന്മാർ എന്തിനും ഇവരെല്ലാവരും വിമാനങ്ങളിൽ അങ്ങനെ വന്നിട്ട് ആകാശത്ത് അങ്ങനെ നിലകൊണ്ടു ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ട്. ശങ്കരാനുചരയാൽ ശൗരീർ ഭൂതപ്രമദഗുഹ്യകൻ ഡാകിനീര്യാതുദാനം ച വേതാളൻ സവിനായകൻ പ്രേതമാതൃവിശാലാൻ ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസൻ ദ്രാവയാമാസ ദീക്ഷാഗ്രൈ ശരൈ ശാർഗധനുശ്ച്യുതൈ. ആ പരമേശ്വരൻ്റെ അനുചരന്മാരായിട്ടുള്ള ഇതിൽ എന്താണ് പ്രമഥഗണങ്ങളെ, പലതരത്തിലുള്ള ഭൂതങ്ങളെ, ഗുഹ്യകളെ, ഡാകിനികളെ, രാക്ഷസന്മാരെ, വിനായകന്മാരെ, വേതാളങ്ങളെ, പ്രേതങ്ങളെ, മാതൃക്കളെ, പിശാചുക്കളെ, ബ്രഹ്മരക്ഷസുകളെ, കൂഷ്മ, ഇങ്ങനെ പലതരത്തിലുള്ള ഭൂതവൃന്ദങ്ങളുണ്ടല്ലോ അവരെല്ലാവരെയും ദ്രാവയാമസ് അവരെയൊക്കെ പൊട്ടിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെ? ശാർഗധനുശ്ചിത, തൻ്റെ ശാർഗം എന്നുള്ള വില്ലിൽ നിന്നുള്ള ശരങ്ങളുടെ കൂർത്ത തീക്ഷ്ണാഗ്രൈ ശരൈ, കൂർത്തമുള്ള ശരങ്ങളെ കൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊടിച്ച് ഓടിപ്പിച്ചു എന്ന് പറയുകയാണ്. പൃഥഗ്വിധാനി പ്രായുങ്കത പിനാഖ്യസ്ത്രാണി ശാർഗിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർഗവാണി അവിസ്മിത. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പർവ്വതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. വായവ്യസ്യ ച പാർവ്വതം ഉണ്ട്, ദീർഘണ്ട്. ബ്രഹ്മാസ്ത്രത്തിന് എതിരായിട്ട് ബ്രഹ്മാസ്ത്രം, അതുമാതിരി വായു മന്ത്രത്തിനെതിരായിട്ട് പർവ്വതമന്ത്രകം, ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ. പിന്നെ ആഗ്നേയസ് അഗ്നിദേവതാത്തിന് എതിരായിട്ടുള്ള അസ്ത്രത്തിനെതിരായിട്ട് പാർജന്യം, തീയിനെ ശമിപ്പിക്കാൻ ജലത്തിന് ശക്തിയുള്ളതാണ് പാർജന്യം എന്നുള്ളത്. നൈജം പാശുപതസ്യ ച. പിന്നെയോ നൈജം പാശുപതസ്യ ച, അതായത് നിജം തൻ്റെ ഭഗവാന്റെ അസ്ത്രം എന്താണ്? നാരായണാസ്ത്രം. നാരായണാസ്ത്രം കൊണ്ട് പരമേശ്വരൻ്റെ പാശുപതാസ്ത്രത്തെയും അദ്ദേഹം തടുത്തു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് പറഞ്ഞില്ലേ? തൻ്റെ പൃഥഗ്വിധാനി പ്രായുക്ത പിനാക്കി അസ്ത്രാണി ശാർഗിണി. പരമേശ്വരൻ പിനാക്കി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. അദ്ദേഹം അനവധി വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളെ ശാർഗിണി, ശാർഗധരനായുള്ള ഭഗവാന് നേരെ എഴുതു എന്ന് പറയുകയാണ്. അതിനേക്കാൾ പ്രത്യസ്ത്രൈ, അതാതിനനുസരായിട്ടുള്ള പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് സമയാമാസ, ഭഗവാൻ അതിനേക്കാൾ നേരിട്ട് എങ്ങനെയാണ് അവിസ്മിത, ഒരു കൂസലില്ലാണ്ട് അതെല്ലാം തടുത്തു പ്രത്യസ്ത്രങ്ങളാലെന്ന് പറയുകയാണ്. എന്നിട്ടാണ് മറ്റേ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ, പർവ്വതാസ്ത്രം കൊണ്ട് വായവ്യാസ്ത്രത്തെ, പാർജന്യാസ്ത്രം കൊണ്ട് ആഗ്നേയാസ്ത്രത്തെ, അവസാനം നാരായണാസ്ത്രം കൊണ്ട് പാശുവാസ്ത്രത്തെയും ഭഗവാൻ തടുത്തു എന്ന് പറയുകയാണ്. എന്നിട്ടോ അതിനുശേഷം മോഹയിത്വാതു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രദനം ശൗരിർ ജഗാനാസികദേശുഭി. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? പരമേശ്വരനെ തന്നെ ജൃംഭണാസ്ത്രങ്ങൾ പ്രയോഗിച്ച് പരമേശ്വരനെ അങ്ങോട്ട് മോഹിപ്പിച്ചു. എന്നിട്ടോ ശിവൻ അങ്ങോട്ട് അടങ്ങി. അതിന് ഭഗവാനെ പരമേശ്വരനെ മോഹിപ്പിച്ചതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ബാണസ്യ പൃതനാം, ബാണൻ്റെ ആ സൈന്യത്തെ, തൻ്റെ ആയുധങ്ങളായിട്ടുള്ള വാള്, ഗദ, അമ്പിൽ നിന്നുണ്ടാകുന്ന ശരങ്ങൾ, ഇതുകൊണ്ടൊക്കെ അങ്ങനെ കൊന്നൊടുക്കാൻ തുടങ്ങി. സ്കന്ദപ്രദ്യുമ്ന ബാണൗംഗൈർ അർഭ്യമാന സമന്തത അസൃവിമുഞ്ചൻ ഗാത്രേഭ്യ ശിഖിനാവാക്രമണ. ആ സമയത്ത് പ്രദ്യുമ്ന ബാണൗംഗൈർ അർദ്യമാന സമന്ത, എല്ലാ ഭാഗത്തു നിന്നും ആ പ്രദ്യുമ്നൻ്റെ ഇടമുറിയാതെയുള്ള അസ്ത്രപ്രയോഗം കൊണ്ട് ശരീരമാസകൾ അങ്ങനെ മുറിഞ്ഞ് രക്തം വാർന്നുകൊണ്ട് ദൈന്യാധിപതിയായിട്ടുള്ള സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി എന്നെ തൻ്റെ വാഹനമായിട്ടുള്ള ആ ശിഖിനാവാക്രമ തൻ്റെ മയിലുമിലാണ്ട് കയറിയിട്ട് യുദ്ധകളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന്. കുംഭാണ്ഡ കൂപകർണശ്ച പേതതും മുസലാർദിരൗ ദുദ്രുസ്തദനീതാനി ഹതനാഥാനി സർവദാ. ബാണൻ്റെ മന്ത്രിയായിട്ടുള്ള
മന്ത്രിമാരായിട്ടുള്ള കുംഭാണ്ഡനും കൂപകർണനും ബലരാമൻ്റെ ആ ഗദാപ്രഹരേറ്റിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് നിലംപതിച്ചു. അപ്പോഴേക്കും സേനാനായകന്മാരൊക്കെ ഇങ്ങനെ നിഗ്രഹിക്കപ്പെട്ട സമയത്ത് സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടിപ്പോയി എന്ന് പറയുകയാണ്. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമരിഷണ കൃഷ്ണമഭ്യദ്രവൽ സംഖ്യേ രതീഹിത്വൈവ സാത്യകിം. ഇങ്ങനെ തൻ്റെ സൈന്യം മുഴുവൻ അങ്ങോട്ട് ചിന്നിച്ചെതിരി പോയത് കണ്ടുള്ള ബാണൻ അത്യന്തം കോപാകുലനായിട്ട് ഇതുവരെ സാത്വികയായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. സാത്വികയെ വിട്ടുമാറിയിട്ട് രഥത്തിലേറിയിട്ട് നേരിട്ട് ശ്രീകൃഷ്ണനെ അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്കാണ്ട് വന്നു. ധനുംഷ്യാകൃഷ്യ യുഗബൽ ബാണ പഞ്ചശതാനിവൈ ഏകൈകസ്മിൻ ശരൗദ്വൗ ദ്വൗ സന്തതേ രണദുർമദ. എന്നിട്ട് എന്താണ് ഇതിൽ എങ്ങനെയാണ് മതം വർദ്ധിച്ചുള്ള ബാണൻ ഒരേ സമയത്ത് 1000 കൈകളല്ലേ, അപ്പം 500 വില്ലുകൾ എടുത്തിട്ട് അതൊക്കെ കൊലച്ച് ഞാൻ കെട്ടി ഓരോന്നും 2 ശരം വീതം അങ്ങനെ അങ്ങോട്ട് പ്രയോഗിച്ചു ഭഗവാനെ നേരിട്ട് എന്ന്. താനി ചിച്ഛേദ ഭഗവാൻ ധനുംഷിയുഗവൽ ഹരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖമപൂരയൽ. ആ സമയത്ത് എന്ത് ചെയ്തു, ആ ഭഗവാൻ എന്ത് ചെയ്തു, വേഗം ആ വില്ലുകളൊക്കെ ഓരോന്നായിട്ടാണ് ഖണ്ഡിച്ചു. അതിനുശേഷം ബാണൻ്റെ സാരഥിയും അശ്വങ്ങളെയൊക്കെ കൊന്നിട്ട് രഥത്തിനെ അങ്ങോട്ട് തകർത്തിട്ട് തൻ്റെ ആ പാഞ്ചജന്യം അങ്ങോട്ട് മുഴക്കി. ആ സമയത്ത് തന്മാതാ കോടരാ നാമ നഗ്നാമുക്തശിരോരുഹ പുരോവഹസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. അപ്പോഴേക്ക് തൻ്റെ പുത്രൻ്റെ പ്രാണരക്ഷാർത്ഥതായിട്ട് നഗ്നയായിട്ട് വന്നിട്ട് ബാണൻ്റെ അമ്മ കോടര എന്നാണ് അവളുടെ പേര്, വേഗം വന്ന് ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ നിന്ന് നഗ്നയായിട്ട് തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് തതസ്ഥിര്യൻ മുഖോ നഗ്നാം അനിരീക്ഷൻ ഗദാഗ്രജ ബാണശ്ച താവൽ വിരദ ഛിന്നതന്വവിശൽ പുരം. ഈ സമയത്ത് എന്ത് ചെയ്തു, കോടര മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഗദാഗ്രജ ഭഗവാൻ ഗദൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ആ ഭഗവാൻ അപ്പോൾ താം നഗ്നാം ആ അവളെ കാണാൻ നഗ്നയായിട്ടുള്ള അവളെ കാണണ്ടാന്ന് വെച്ച് അവാമുഖസ്തു മുഖം തിരിച്ചങ്ങോട്ട് നിന്നു. താവൽ ആ തഞ്ചത്തിൽ വിരഥ ഛിന്നതന്വ തകർന്ന തേരോടും ഒടിഞ്ഞ വില്ലോടും കൂടിയ ബാണനാകട്ടെ പുരം അവിശൽ. ബാണൻ തൻ്റെ അന്തപുരത്തിൽ രാജധാനിയിലേക്ക് അങ്ങോട്ട് പേടിച്ച് ഓടിപ്പോയി. വിദ്രാവിരേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിരാസ്ത്രിവൽ അഭ്യതാപദാശാർഹം ദഹന്നിവദിശോ ദശ. വിദ്രാവിതേ ഭൂതഗണേ, ഇങ്ങനെ ഭൂതഗണങ്ങളെല്ലാവരെയും ഭഗവാൻ ഇങ്ങനെ ഓടിപ്പിച്ച് കണ്ടിട്ടുള്ള ആ ത്രിശിരസ് എന്ന് പറഞ്ഞുള്ള ശിവജ്വരം എന്ത് ചെയ്തു, 10 ദിക്കുകളെയും ദഹൻ ഇവ ദഹിപ്പിക്കുന്നതായി തോന്നിപ്പിച്ചുകൊണ്ട് ത്രിപാൽ 3 ശിരസ്സുണ്ട് 3 കാലോടും കൂടിയുള്ള ഈ ശിവജ്വരം ദാശാർഹം അഭ്യതാവത സാക്ഷാൽ ശ്രീകൃഷ്ണനെ അങ്ങോട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഓടി വന്നു എന്ന് പറയുകയാണ്. ഇതിൽ 20ാമത്തെ അധ്യായത്തിൽ ആ ബാണൻ്റെ അമ്മ വന്നിട്ട് മുമ്പിൽ നിന്നുമ്പോൾ ശരിക്കും ഇത് പെറ്റമ്മയല്ല, വിന്ധ്യാവലിയാണ് എന്നാണ് ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ബാണൻ മാതൃതുല്യം ആരാധിക്കുന്ന ഒരു ദേവിയുടെ മൂർത്തിഭേദമാണ് ഈ കോടര എന്ന് പറഞ്ഞാൽ. വിഷ്ണുപുരാണത്തിൽ കോടരി എന്നാണ് പറയുന്നത്. ബാണൻ്റെ പരദേവതയായിട്ടുള്ള മായാദേവിയാണ് എന്ന് ആണ് വിഷ്ണുപുരാണത്തിലൊക്കെ പറയണത്. ഇങ്ങനെ ഈ ത്രിശിരസ് വന്നിട്ട് അത നാരായണോ ദേവ തം ദൃഷ്ട്വാ വ്യസൃജൽ ജ്വരം മഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാദേ ജ്വരാവുഭൗ. ഇങ്ങനെ ആ ത്രിശിരസ് എന്നുള്ള ശിവജ്വരം തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ടിട്ടുള്ള ആ ഭഗവാൻ അത ദേവനാരായണ ഭഗവാൻ എന്ത് ചെയ്തു, ആ തം ദൃഷ്ട്വ അത് കണ്ടിട്ട് ജ്വരം വ്യസൃജൽ തൻ്റേതായിട്ടുള്ള വൈഷ്ണവ ജലത്തിനെ അങ്ങോട്ട് വിസർജിച്ചു. അതോ അപ്പോൾ മാഹേശ്വര വൈഷ്ണവ ശിവജ്വരവും വിഷ്ണുജ്വരവും കൂടിയിട്ട് ആ യുയുധാതെ പരസ്പരം യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങി. മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദ്ദിത അലബ്ധ്വാഭയമന്യത്ര ഭീതോ മാഹേശ്വരോജ്വല ശരണാർത്ഥീർഹീകേശം ദുഷ്ടാവ പ്രയതാഞ്ജലി. ആ സമയത്ത് ഈ എന്താണ് വൈഷ്ണവേന ബലാർദ്ദിത വൈഷ്ണവജ്വരത്താൽ വളരെ ശക്തിയോടുകൂടി പ്രഹരിപ്പിക്കപ്പെട്ട മാഹേശ്വര ഈ ശിവജ്വരം ശൈവജ്വരം സമാക്രന്തൻ നിലവിളി കൂട്ടാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, മാഹേശ്വരജ്വര അന്യത്ര അഭയം ലബ്ധ എവിടെയും ശരണം കിട്ടാതെ
ഭീത പേടിച്ചുകൊണ്ട് ശരണാർത്ഥി ശരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രേതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് ഋഷികേശം തുഷ്ടാവ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അതീതശനായിട്ടുള്ള ഭഗവാനെ തന്നെ സ്തുതിച്ചു എന്നാണ്. ഇനി ജ്വരാമന്ത്രം എന്ന് പറഞ്ഞാൽ ജ്വരയുടെ ഭഗവാനെയുള്ള സ്തുതിയാണ്. ഇനി 2-3 സ്തോത്രങ്ങൾ. ജ്വരൗവാച നമാമി ത്വാനന്ദശക്രിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വൽപത്തിസ്ഥാന സംരോധകേതും യത്ത ബ്രഹ്മലിംഗം പ്രശാന്തം. ജ്വര ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെയുള്ള ആളാണ് അനന്തശക്തിയും അളവറ്റ ശക്തിയോട് കൂടിയവനാണ്. ഈശ്വരന്മാർക്ക് പോലും ഈശ്വരനാണ്. പരേശം സർവാത്മാനം എല്ലാ ചരാചരത്തിൻ്റെയും ആത്മാവായിട്ടിരിക്കുന്നവനാണ്. കേവലം നിത്യവിശുദ്ധനായിട്ട് ഏകനായിട്ടിരിക്കുന്നവനാണ്. ജ്ഞപ്തി മാത്രം എങ്ങനെയാണ് ജ്ഞാനം അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്നവനാണ്. അതേ സമയത്ത് വിശ്വോൽപ്പത്തി സ്ഥാന സംരോധഹേതും ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ളവനാണ്. യൽ ബ്രഹ്മ അത് അങ്ങനെയുള്ള യാതൊരു ബ്രഹ്മമുണ്ടോ തത് അതായും ബ്രഹ്മലിംഗ വേദാന്ത വാക്യങ്ങളാൽ അറിയപ്പെട്ടവനായും അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടവനായും മനസ്സിലാക്കപ്പെട്ടവനായും ഇരിക്കുന്ന പ്രശാന്തം ശാന്തനായും ഇരിക്കുന്ന ത്വാമീം തിരുവടിയെ ഞാനിതാ നമസ്കരിക്കുന്നു. നമാമി. അതാണ് ആദ്യത്തെ ശ്ലോകം. കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാര തത്സംഘാതോ ബീജരോഗ പ്രവാഹ ത്വന്മായൈഷ തന്നിഷേധം പ്രപദ്യേ. കാലം, കർമ്മം, ദൈവം, സ്വഭാവം, ജീവൻ, ദ്രവ്യം, ക്ഷേത്രം, പ്രാണൻ, ആത്മാവ്, വികാരം, ഇതിൻ്റെ എല്ലാം കൂടി സംഘാതം. ഇതൊക്കെയാണ് കൂടിയിട്ടാണ് ബീജരോഹ പ്രവാഹം. അതായത് ഈ ബീജത്തിൽ നിന്ന് വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്ന മാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണങ്ങളായിട്ടുണ്ടായിരിക്കുന്നത് ഇതിനെയാണ് പറ്റിയ ഈ വസ്തുക്കളെയാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം എങ്ങനെയാണ്? ഏഷാത്വൻ മായയാ. ഇത് എല്ലാം ഇവിടുന്നാണ് അങ്ങയുടെ മായയിൽ നിന്ന് തന്നെയാണ്. അപ്പം ഈ മായയെ അതിക്രമിച്ചാൽ മാത്രമേ, മായയെ തരണം ചെയ്താൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ വിട്ടുകിടാൻ പറ്റൂ. അങ്ങനെ തന്നിഷേധം, ആ മായയുടെ നിഷേധസ്ഥാനമായിട്ടുള്ള അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. പ്രപദ്യേ. ഈ ജ്വരം എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള രോഗമാണെന്നാണ് വൈദ്യഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ഇതിൽ ഈ ശിവജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉഷ്ണജ്വരമാണ് അത്രേ. അതുമാതിരി അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ശീതജ്വരമാണ് വൈഷ്ണവജ്വരം എന്നാണ് ശ്രീധരീയത്തിൽ പറയുന്നത്. അപ്പോൾ ആ വൈഷ്ണവജ്വരത്തിൻ്റെ പീഡ കൊണ്ട് സ്വയം തപിച്ചിട്ട് വളരെ വിവശതയോട് കൂടിയിട്ട് ഈ ഉഷ്ണജ്വരം ശിവജ്വരം ഉണ്ടല്ലോ അത് പരമേശ്വരനുണ്ടായിട്ടുള്ള ഈ ശിവജ്വരം ഭഗവാനെ സ്തുതിച്ചു എന്നാണ് ശ്രീധരാചാര്യ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം നേരത്തെ 2 ശ്ലോകങ്ങൾ. നാനാഭാവൈർ ലീലയൈവോപവന്നൈർ ദേവാൻ സാധൂം ലോകസേതുൻ വിവർഷി ഹംസ്യുന്മാർഗൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമി. ഇങ്ങനെ ആ ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് അതിനെല്ലാ കാരണമായിട്ട് കാലത്തിൽ എല്ലാത്തിനും ശക്തിയായിട്ടുള്ള മായയ്ക്ക് അതീതനായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചു. ഇനിയോ ഈ ലീലയായിട്ട് ഭഗവാന്റെ സഗുണഭാവം ഉണ്ടല്ലോ, എങ്ങനെയാണ്? ലീലയാ ഏവ ഉപപന്നൈ, ഒരു ലീലാവിലാസത്തോടു കൂടി എടുക്കപ്പെട്ട പലവിധം അവതാരങ്ങളാലും നാനാഭാവൈ ദേവാൻ ലോകസേതൂൻ സാധൂൻ വിവർഷി, ദേവന്മാരെയും ലോകത്തിലെ മര്യാദകളെയും സജ്ജനങ്ങളെയും അങ്ങ് ഭരിക്കുന്നു എന്ന് മാത്രമല്ല ഹിംസയാ വർത്തമാനാൻ ഉന്മാർഗാൻ ഹംസി, ഹിംസയോടെ ദുഷ്ടഭാവത്തോടു കൂടി ജീവിച്ചു വരുന്ന ദുർമാർഗികളെ അങ്ങ് നശിപ്പിക്കുകയും ചെയ്യുന്നു. തേ ഏതൽ ജന്മ, അങ്ങയുടെ ഈ അവതാരം ഭൂമേ ഭാരഹാരായ ഭൂമി, അത് ഭൂമിയുടെ ഭാരം ഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താവോ ദേഹിനാം തേംഘ്രിമൂലം
നോ സേവേരൻ യാവദാശാനുബദ്ധ. ഈ ഭഗവാനെ ശാന്തോഗ്രേണ, ശാന്തഭാവമായിട്ടുള്ളതും ഉഗ്രതായിട്ടുള്ള കലർന്നതുമായിട്ടുള്ള അത്യുൽബണേന, അത്യന്തം ഭയാനകവും ദുസ്സഹേന, സഹിക്കാൻ വളരെ വിഷമുള്ളതുമായിട്ടുള്ള തേജസാ ജ്വരേണ, അങ്ങയുടെ തേജസ്സോട് ആവുന്ന ഈ ജ്വരത്താൽ അഹം തപ്വത, ഞാൻ എന്താ തപിച്ചവനായി എന്ന് പറയാണ്. ആശാനുബദ്ധ തേ അങ്ക്രിമൂലം യാവൽ നോ സേവേരൻ. ഈ കാമങ്ങൾ അതിൽ കാമാസക്തികളിങ്ങനെ അതിൽ മുഴുകിയിട്ട് ബദ്ധന്മാരായിട്ട് സാധാരണ ജനങ്ങൾ ഏതുവരെ അങ്ങയുടെ പാദതലത്തെ ഉപാസിക്കാതിരിക്കുന്നുവോ അതുവരെ ദേഹിനാം താപ, അതായത് അതുവരെ എങ്ങനെയാണ് ഈ ശരീരികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പല വിധത്തിലുള്ള താപങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നെ ചെയ്യുന്നു പറയാണ്. ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നത് വരെ മാത്രമേ ഈ താപങ്ങൾ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ താപങ്ങളിൽ നിന്നെല്ലാം വിമുക്തി കിട്ടുമെന്ന് പറയാണ്. ശൈത്യവീര്യമുള്ളതിനും ഉഗ്രഭാവത്തിനും താപന രണ്ടും ഉണ്ടാകുന്നുള്ള ആ തത്വമാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് വീര്യമായുള്ള എങ്ങനെ സ്വതേ ശാന്തസ്വഭാവമുള്ളതാണെങ്കിൽ കൂടി ഇപ്പോൾ ഇതാ അത്യുഗ്രവും ഭയങ്കരമായിട്ട് ദുസ്സഹമായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീ ഭഗവാനുവാച, ഇങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മറുപടി പറയുകയാണ്. ത്രിശിരസ്തേ പ്രസന്നോസ്മി വേദുതേ മജ്വരാൽ ഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേൽ ഭയം. ത്രിശിരസ്സേ, അല്ലയോ 3 ശിരസ്സുകളോട് കൂടിയവനെ, തേ പ്രസന്ന അസ്മി, ഭവാനെ സംബന്ധിച്ച് ഞാൻ എന്താ സാധിച്ചവനായിരിക്കുന്നു എന്നാണ്. അതായത് ഞാൻ അങ്ങയിൽ സന്തുഷ്ടനായിരിക്കുന്നു. മജ്വരാൽ തേ ഭയം വേദു, എൻ്റെ ഈ വിഷ്ണു ജ്വരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അങ്ങയുണ്ടായിട്ടുള്ള ഭയം ഉണ്ടല്ലോ അത് ഇതാ മാറിപ്പോകട്ടെ എന്ന് മാത്രമല്ല, നൗ സംവാദ്, നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള ഈ സംവാദത്തെ സ്മരിക്കുന്നത് ആരാണോ തസ്യ, അയാൾക്ക് ത്വദ്ഭയം ന ഭവേൽ, ഒരിക്കലും ഈ അങ്ങയിൽ നിന്ന്, അതായത് ശിവജ്വരത്തിൽ നിന്ന് ഒരിക്കലും ഭയം ഉണ്ടാവുകയും അരുത്. അതായത് ഭഗവാന്റെ ഈ ശിവജ്വരം, ഭഗവാനിച്ചുള്ള ഈ ജ്വരമന്ത്രം ഉണ്ടല്ലോ, ഇത് ജപിക്കുന്ന ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടിയിട്ട് ത്രിസജ്ഞകളിലും ആരാണ് സ്മരിക്കുന്നത് അയാൾക്ക് ജ്വരപീഠ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ജ്വരസ്തുതിയും അത് 3 ശ്ലോകം, അതുമാതിരി ഭഗവാന്റെ വാക്യമൊക്കെ ചേർന്നുള്ള മഹാമന്ത്രമായിട്ട് ഈ 5 ശ്ലോകങ്ങളെ ഒരു ജ്വരമന്ത്രമായിട്ട് പറയാറുണ്ട് ഇന്ന് ശാസ്ത്രവിധിയിൽ. ഇത്യുക്തോച്യുതമാനമ്യ ഗതോ മാഹേശ്വരോ ജ്വര ബാണസ്തുരതമാരൂഢ പ്രാഗാൽ യുൽസ്യഞ്ജനാർദ്ദനം. ഇങ്ങനെ ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ച് ഭഗവാനാൽ അനുജ്ഞ നേടിയിട്ട് ഈ ശിവജ്വരം എന്ത് ചെയ്തു, അവിടുന്ന് അങ്ങോട്ട് പോയി. ആ സമയത്തേക്ക് ബാണാസുരൻ എന്ത് ചെയ്തു, തൻ്റെ വീണ്ടും വേറൊരു തേരിലേറിയിട്ട് യുദ്ധസന്നദ്ധനായിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് നേരിട്ടു. തതോ ബാഹുസഹസ്രേണ നാനായുധരോസുര മുമോച കരമക്രുദ്ധോ ബാണം ചക്രായുധേ നൃപ. എന്നിട്ട് എന്ത് ചെയ്തു, തൻ്റെ 1000 കൈകളെ കൊണ്ട് പലതരത്തിലുള്ള അസ്ത്രങ്ങൾ അങ്ങനെ ചൊരിഞ്ഞു ഭഗവാന്റെ നേർക്ക്. ചക്രായുധനായിട്ടുള്ള ഭഗവാന്റെ നേർക്കാണ് അങ്ങനെയുണ്ട് ചൊരിഞ്ഞത്. തസ്യാസ്യതോസ്ത്രാണ്യസകൾ ചക്രേണ ക്ഷുരനേമിന ചിച്ഛേദ ഭഗവാൻ ബാഹുൻ ശാഖ ഇവ വനസ്പതേ. ആ തുടരെ ഇങ്ങനെ അസ്ത്രങ്ങൾ ചൊരിക്കുന്ന ആ ബാണാസുരൻ്റെ ആ അസ്ത്രങ്ങൾ, അതോടുകൂടി ആ കൈകളും ഭഗവാൻ തൻ്റെ മൂർച്ചയുള്ള ചക്രായുധം കൊണ്ട് അങ്ങോട്ട് അറക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ഇങ്ങനെ ഭഗവാൻ ബാഹുഷുച്ഛിദ്യമാനേഷു ബാണസ്യ ഭഗവൻ ഭവ ഭക്താനുകമ്പിപും വ്രജ്യ ചക്രായുധമഭാഷ. 1000 കൈകളുണ്ട്, അതിനിങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഭഗവാനാണ് മുറിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വേഗം പരമേശ്വരൻ അവിടെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ചക്രധാരിയായിട്ടുള്ള ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെയാണ്? ഭക്താനുകമ്പി, തൻ്റെ ഭക്തനായിട്ടുള്ള ബാണനോടുള്ള അനുകമ്പ കാരണം പരമേശ്വരൻ വന്ന് ഭഗവാനെ സ്തുതിച്ചു. ശ്രീരുദ്രൗവാച ത്വം ഹി ബ്രഹ്മപരം ജ്യോതിർ ഗൂഢം ബ്രഹ്മണി വാങ്മയേ യം പശ്യന്തി അമലാത്മാന ആകാശമിവ കേവലം.
ഈ ഭഗവാനെ ത്വം ഹി അങ്ങാകട്ടെ വാങ്മയേ ബ്രഹ്മണി ശബ്ദമയമായിട്ടുള്ള ഈ വേദത്തിൽ ഗൂഢം രഹസ്യമായി പ്രതിപാദിക്കപ്പെട്ടതും പരംജ്യോതി എന്നാൽ പരമജ്യോതി സ്വരൂപമുള്ളതുമായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. ഏതുമാതിരി ആകാശം ഇവ ആകാശം എന്ന പോലെ എല്ലാറ്റിലും വ്യാപിച്ചുകൊണ്ടും കേവലം ഒന്നായിട്ടിരിക്കുന്നതുമായിട്ടുള്ള യം യാതൊരു ബ്രഹ്മസ്വരൂപിയാണ് അങ്ങ് ആ അമലാത്മാന പശ്യന്തി നിർമ്മലാത്മാവായിട്ടുള്ള അതായത് നിർമ്മലമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുള്ള അന്ധകരണമുള്ളവർക്ക് മാത്രമേ അങ്ങയെ കാണാൻ കഴിയൂ. അങ്ങനെയുള്ള പരിശുദ്ധ പരബ്രഹ്മമാണ് അങ്ങ് എന്ന് പറയുകയാണ്. നാഭിർനഭോഗ്നിർമുഖമംബുരേതോ ജൗശീർഷമാശ ശ്രുതിരംഘ്രിരൂപി ചന്ദ്രോ മനോ യസ്യ ദൃഗർക്ക ആത്മാ അഹം സമുദ്രോ ജഡരംബുധീന്ദ്ര രോമാണി യസ്യ ഔഷധയോ അംബുവാ കേശാവിരിഞ്ചോ ദിഷണാ വിസർഗ പ്രജാപതിർ ഹൃദയം യസ്യ ധർമ്മ സവൈ ഭവാൻ പൂരുഷോ ലോകകൽപ്പ. ആദ്യം ആ പരബ്രഹ്മസ്വരൂപമാണ് അങ്ങെന്ന് പറഞ്ഞു. ഇനി ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ തന്നെ സഗുണരൂപമായിട്ടുള്ള വിരാട് പുരുഷനായിട്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ പറയുന്നത്. എന്താണ്? യസ്യ യാതൊരു വിരാട്ടിന് നാഭി അതാണ് നാഭി. ഏതാണ്? ആ നഭ ആകാശാണ് ഭഗവാന്റെ പൊക്കിള്. മുഖം അഗ്നി ആ മുഖം അഗ്നിയാണ്. പിന്നെ രേത അമ്പു രേതസ് ജലമാണ്. ശീർഷം ദ്യൗ ശിരസ് സ്വർഗമാണ്. ശ്രുതി ഭഗവാന്റെ ശ്രുതിയാണ് ചെവികൾ. പിന്നെയോ ആശ ദിക്കുകൾ അതായത് ചെവികൾ ദിഗ്ദേവകളാണ്. ശ്രുതി ആശ ചെവിയാണ് ദിക്കുകൾ. ശിരസ് സ്വർഗമാണ്. അംഘ്രി ഉർവി പാദം ഭൂമിദേവിയാണ്. മനസ്സ് ചന്ദ്രനാണ്. ദൃക് അർക്ക ഭഗവാന്റെ കണ്ണുകളാണ്. ആദിത്യൻ. ആത്മാ അഹം ഭഗവാന്റെ അഹങ്കാരം എന്നുള്ള ഭാവം ഉണ്ടല്ലോ അത് ഞാൻ തന്നെയാണ്. ജഡരസ ഭഗവാന്റെ ഉദരൻ സമുദ്രമാണ്. കൈകളാണ് ഇന്ദ്രൻ. യസ്യ യാതൊരു വിരാടിന ഔഷധയാ ഔഷധിവർഗങ്ങളെല്ലാം ഭഗവാന്റെ രോമങ്ങളാണ്. അമ്പുവാഹ ആ മേഘങ്ങളാണ് ഭഗവാന്റെ തലമുടി. ബ്രഹ്മാവ് ആ ബുദ്ധിയാണ്. ധിഷണ പ്രജാപതി വിസർഗഗുഹ്യാവയവാണ്. ആ ധർമ്മ ഹൃദയം ആ ധർമ്മമാണ് ഹൃദയം. അതുമാതിരി ആ ഭഗവാൻ തന്നെയാണ് ലോകകൽപ്പന ചെയ്തവരിൽ എല്ലാവരും സങ്കല്പിക്കപ്പെടുന്ന പുരുഷൻ. പുരുഷോത്തം എന്നൊക്കെ പറയുന്ന വിരാട് പുരുഷൻ എന്ന് പറയുന്നത് ആ ഭഗവാനെ അത് അങ്ങ് തന്നെയാണ്. ഈ വിരാട് സ്വരൂപ വർണ്ണന നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി വേദത്തിലെ പുരുഷ സൂക്തമായിട്ടുള്ള തുടങ്ങുള്ള അതിലൊക്കെയാണ് ഈ വിരാട് സ്വരൂപ വർണ്ണന വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാണ് തവ അവതാരോയമകുണ്ഠധാമൻ ധർമ്മസ്യ ഗുപ്തൈ ജഗതോ ഭവായ വയം ച സർവേ ഭവതാനുഭാവിതാ വിഭാവയാമോ ഭുവനാനി സപ്ത. ഈ അകുണ്ഠധാമൻ എങ്ങനെ അതാണ് അകുണ്ഠധാമൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മങ്ങലേൽക്കാത്ത ശോഭയോടു കൂടിയിട്ടുള്ളവനെ. തവ അയം അവതാരം അങ്ങയുടെ ഈ അവതാരം ധർമ്മസ്യ ഗുപ്തൈ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും ജഗത ഭവായ ലോകത്തിൻ്റെ ക്ഷേമത്തിനും ആയിട്ട് ആണ്. വയം ഞങ്ങൾ സർവേ ഞങ്ങളെല്ലാവരും തന്നെ അതായത് ബ്രഹ്മാദി ബ്രഹ്മാവ് പരമേശ്വരൻ മറ്റുള്ള ദേവന്മാർ എല്ലാ ലോകപാലന്മാരെല്ലാവരും തന്നെ ഭവതാ അനുഭാവിത അങ്ങയാൽ പ്രഭാവം ലഭിച്ചവരായിട്ട് അങ്ങ് നൽകിയിട്ടുള്ള പ്രഭാവം കൊണ്ട് സപ്തഭുവനാനി വിഭാവയാമ അങ്ങ് തന്നുള്ള കഴിവുകൊണ്ട് ഈ 7 ലോകങ്ങളെയും ഞങ്ങൾ സംരക്ഷിച്ചു വരുന്നു. ത്വമേക ആദ്യ പുരുഷോദ്വിരീയ തൂര്യസ്വദൃഹേതുരഹേതുരീശ പ്രതീയതേതാവി യഥാവികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധ്യൈ പ്രതീയസേധാവി യഥാവികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധ്യൈ. ആദ്യ പുരുഷ തുര്യ സ്വദൃക് ത്വം ഏക ആദ്യ പുരുഷനാണങ്ങ്. പിന്നെയോ ഈ തുരീയാവസ്ഥയിൽ അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇതിൻ്റെ 3ലും അതീതമായിട്ടിരിക്കുന്ന തുരീയാവസ്ഥ അല്ലെങ്കിൽ 3 ഗുണങ്ങളിൽ നിന്നും അതീതമായിട്ടിരിക്കുന്ന ഭാവത്തിൽ അങ്ങ് പറയാം. സ്വദൃക് എന്ന് മാത്രമല്ല സ്വപ്രകാശനായിട്ടിരിക്കുന്നതായ ത്വം ഏക അങ്ങ് ഏകനാണ്. അദ്വിതീയ അങ്ങല്ലാണ്ട് വേറെ ആരുമില്ല ഈ പ്രപഞ്ചത്തിൽ. അഹേതും അതായത് അങ്ങയ്ക്കൊരു കാരണം എന്ന് പറഞ്ഞ് കാരണരഹിതനാണെങ്കിൽ എങ്കിലും ഹേതു എല്ലാറ്റിനും കാരണബോധനാണ് അങ്ങ്.
സ്വതന്ത്രനാണങ്ങ്. അഥ അഭി എന്നിരിക്കലും സർവഗുണ പ്രസിദ്ധി എല്ലാ ഗുണങ്ങളുടെയും പ്രകാശനത്തിനായിട്ട് സ്വമായയാ യഥാവികാരം തൻ്റെ മായാശക്തി കൊണ്ട് ആ ദേവന്മാരെ മനുഷ്യരെ ദിവ്യക്കുകളെ എല്ലാം എന്നുള്ള പല രൂപഭേദങ്ങളോട് കൂടിയിട്ട് അങ്ങനെ തോന്നപ്പെടുകയും ചെയ്യുന്നു. ഏകനായിട്ട് അതീതനായിട്ടുള്ള അങ്ങ് ഇങ്ങനെ പലതായിട്ട് തോന്നപ്പെടുന്നു അങ്ങയുടെ ആ മായാവിശേഷം കൊണ്ട്. യഥൈവ സൂര്യ പിഹിത ഛായയാ സ്വയാ ഛായാം ച രൂപാണി ച സഞ്ചകാസ്തി ഏവം ഗുണേനാഭിഹിതോ ഗുണം സ്വമാത്മ പ്രദീപോ ഗുണിനശ്ച ഭൂമൻ. ഹേ ഭൂമൻ, അല്ലയോ ബ്രഹ്മസ്വരൂപിയായവനെ, സ്വയം സ്വയാ ഛായാം ച സ്വയാ ഛായയാ തൻ്റേതു തന്നെയായിട്ടുള്ള ആ മേഘഛായയാൽ പിഹിത മറയ്ക്കപ്പെട്ടവനായിട്ടും ഛായാം ആ മേഘഛായകളെയും രൂപാണിക്ക് അതുകൊണ്ട് മറഞ്ഞ രൂപങ്ങളെയും സൂര്യ യഥാ ഏവ ഏതു പ്രകാരമാണോ ഏവം അതേ പ്രകാരം. അതായത് ഭഗവാൻ എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ഇതുമാതിരിയാണ്. സൂര്യനിൽ നിന്നാണ് ഈ മേഘങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ മേഘങ്ങളെ കൊണ്ട് തന്നെ സൂര്യനെ അങ്ങനെ മറയ്ക്കപ്പെടുകയും ചെയ്യുന്നില്ലേ? എന്നാലോ ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ശരിക്കും നമ്മൾ മേഘങ്ങളെ കാണുകയും ചെയ്യുന്നത്. അതുപോലെ മാതിരി ആത്മപ്രദീപ സ്വയം പ്രകാശകനായിട്ടുള്ള ത്വാം അങ്ങ് ഗുണേന പീത ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടിട്ടും ഗുണാൻ ഗുണിനാച്ച ആ ഗുണങ്ങളെയും ആ ഗുണങ്ങളോട് ചേർന്നുള്ള ജീവന്മാരെയും അങ്ങ് പ്രകാശിപ്പിക്കുന്നു. ആ സൂര്യൻ്റെ തത്വത്തിൽ നിന്ന് അതുമാതിരിയാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ ഭഗവാൻ കാണിച്ച് പ്രകാശിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതാണ് പരമേശ്വരൻ്റെ സുഖിര ഒരർത്ഥം. യൻ മായാമോഹിതതിയ പുത്രധാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്താ വൃജിനാർണവേ. പക്ഷെ എന്താണ് ഈ മായ ഈ ഈശ്വര സൃഷ്ടിയായിട്ടുള്ള മായ ഭഗവാനെ മറയ്ക്കുന്നില്ല. വെച്ചാൽ ഭഗവാൻ അതുകൊണ്ട് കീഴ്പ്പെടുത്താൻ മായയ്ക്ക് കഴിയില്ല. എന്നാലോ യൻ മായാമോഹിതതിയ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാ ജീവന്മാരും ഈ മായയാൽ അങ്ങനെ മോഹം ബാധിച്ചവരായിട്ട് പുത്രധാരഗൃഹാദിഷു തൻ്റെ വീട്, മക്കള്, ഭാര്യ ഇതിലൊക്കെ തന്നെ മുഴുകിയിട്ട് ആസക്തന്മാരായി തീർന്നിട്ട് വൃജിരാർണവേ ശോകമാകുന്ന സമുദ്രത്തിൽ അങ്ങനെ ഉന്മജ്ജന്തി നിമജ്ജന്തിജ മുങ്ങണു വീണ്ടും പൊങ്ങണു വീണ്ടും പൊങ്ങണു അങ്ങനെ കഴിയണു എന്ന് പറയുകയാണ്. ദേവദത്തമിമം ലബ്ധ്വാ നൃലോകമഹിരേന്ദ്രിയം യോ നാദ്രിയേതത്വത്പാദൗ സശോച്യോ ഹ്യാത്മവഞ്ചക. എന്നാൽ ഇതിനെന്താണ് ഒരു മാർഗം? ഈ സംസാരത്തിൽ നിന്ന് ഇങ്ങനെ മുങ്ങിപ്പോകുന്നതിനുള്ള എന്താണ്? അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ മനുഷ്യരൂപം എന്ന സ്വരൂപം മനുഷ്യജന്മം എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് ദേവദത്തമിമം ലബ്ധ്വാ. അതായത് ഈശ്വരനാൽ നൽകപ്പെട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരം എന്നുള്ളത്. അത് ലഭിച്ചിട്ട് കൂടിയും ഇമം അജിതേന്ദ്രിയ ത്വത്പാദൗ ന ആദ്രിയേത. ഇങ്ങനെ ഭഗവാനാൽ നൽകപ്പെട്ട ഈ മനുഷ്യ ശരീരം ലഭിച്ചിട്ട് കൂടിയിട്ടും ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനായിട്ട് അജിതേന്ദ്രിയ ത്വത്പാദൗ ന ആദ്രിയേത അങ്ങയുടെ പാദങ്ങളെ ആദരിക്കാത്തത് ആരാണോ ആദരിക്കാത്തത് സ അവൻ ആത്മവഞ്ചക ശോച്യ അവൻ ആത്മവഞ്ചകനുമാണ് ശോചനീയനുമാണെന്ന് പറയുകയാണ്. യസ്ത്വം വിസൃജതേ മർത്യ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷമത്യമൃതം ത്യജൻ. അങ്ങനെയുള്ള ആൾക്കാരെ എന്താ പറയേണ്ടത്? ആത്മാനം പ്രിയം ഈശ്വരം ത്വം. അതായത് സ്വന്തം ആത്മാവായിട്ട് തനിക്ക് ഏറ്റവും പ്രിയനായിട്ട് ജഗത്തിൻ്റെ മുഴുവൻ ഈശ്വരനായുള്ള അങ്ങയെ വിപരീതമായ അത് അങ്ങയെ മറന്നിട്ട് വിപരീയ ഇന്ദ്രിയാർത്ഥാർത്ഥം ഈ അങ്ങയ്ക്ക് വിപരീതമായിട്ടാണ് ഈ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നതാണ്. ആ ഇന്ദ്രിയ പ്രയോജനങ്ങൾക്കായിട്ട് മർത്യ യാതൊരു മനുഷ്യനാണോ അങ്ങയെ വിസൃജ്യത ഉപേക്ഷിക്കുന്നത് സ അവൻ ഏതുമാതിരിയാണ് അമൃതം ത്യജൻ വിഷം അമൃതനെ ത്യജിച്ചിട്ട് വിഷം ഭക്ഷിക്കുന്ന മാതിരിയുള്ളൂ അവൻ്റെ അവസ്ഥ.
അഹം അഹം ബ്രഹ്മാധവിബുധ മുനയശ്ചാമലാശയ സർവാത്മനാ പ്രപന്നാസ്ത്വം ആത്മാനം പ്രേഷ്ടമീശ്വരം. ഭഗവാനെ, ഞാനും അഹം ബ്രഹ്മാവും അധ വിബുധ പിന്നെയുള്ള ഈ ദേവന്മാരും അമലാശയാ മുനയച്ച നിർമ്മല മനസ്കരായിട്ടുള്ള മഹർഷിമാരും ആത്മാനം പ്രേഷ്ടം ഈശ്വരം ത്വാം എല്ലാവർക്കും ആത്മാവായിട്ടും എല്ലാവർക്കും പ്രിയനായിട്ടും എല്ലാവർക്കും ഈശ്വരനുമായിരിക്കുന്ന ത്വാം അങ്ങയെ സർവാത്മനാ പ്രപന്ന സർവാത്മനാ ശരണം പ്രാപിച്ചവരാകുന്നു ഞങ്ങളെല്ലാവരും. യത്തം ത്വാ ജഗൽസ്ഥിത്യുദയാന്തഹേതും സമം പ്രശാന്തം സുഹൃതാത്മദൈവം അനന്യമേകം ജഗദാത്മകേദം ഭവാപവർഗായ ഭജാമദേവം. ജഗൽ സ്ഥിത്യുദയ അന്തഹേതും ഈ പ്രപഞ്ചത്തിൻ്റെ ആ സ്ഥിതി, അതുമാതിരി സൃഷ്ടി, അതുമാതിരി സംഹാരത്തിന് ഇതിനൊക്കെ കാരണഭൂതനും അതേസമയത്ത് സമം പ്രശാന്തം എല്ലാവരുടെ സമഭാവനയോട് കൂടിയവനും പ്രശാന്തനും എല്ലാവരുടെയും സുഹൃത്തും ആത്മാവും ഈശ്വരനുമായ ഏകനുമായ അദ്വിതീയനും ജഗതാത്മകേതം ജഗത്തിനും ജീവാത്മാക്കൾക്കും ഒക്കെ ആധാരഭൂതവും ദേവനുമായ തം ത്വ അങ്ങയെ ഭവാപവർഗായ ഈ സംസാരമോചനത്തിനായിട്ട് ഞങ്ങളിതാ ഭജിച്ചു കൊള്ളട്ടെ, ഭജാമ ഞങ്ങൾ ഭജിക്കട്ടെ എന്ന് പറയാണ്. അയം മമേഷ്ട ദൈതോനുവർത്തി മയാഭയം ദത്തമമുഷ്യദേവ സമ്പാദ്യതം തദ്ഭവത പ്രസാദോ യഥാഹിതേ ദൈത്യവതൗ പ്രസാദ. ഇനി ആ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഇനി തൻ്റെ പ്രാർത്ഥന എന്താണെന്ന് പരമേശ്വരൻ പറയുകയാണ്. ഹേ ദേവ, അയം ഇദ്ദേഹം, അതായത് ഈ ബാണൻ മമ എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്, ദഹിത എനിക്ക് വേണ്ടപ്പെട്ട, അനുവർത്തി എന്ന് മാത്രമല്ല എൻ്റെ ഒരു ഭൃത്യൻ്റെ മാതിരി തന്നെയാണ്. മയാ അമുഷ്യ അഭയം ദത്തം, ഞാനിവന് അഭയം നൽകുകയും ചെയ്തിട്ടുണ്ട്. തത് അതു നിമിത്തം തേ ദൈത്യപദോ ഭവത പ്രസാദ, അങ്ങയുടേതായിട്ടുള്ള ആ പ്രഹ്ലാദൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഏത് പ്രകാരം അങ്ങ് ചുരിഞ്ഞുവോ അതേപോലെ ഇവനിലും അതേമാതിരിയുള്ള ആ കാരുണ്യം ഇദ്ദേഹത്തിലും വേണ്ടിയിരിക്കുന്നു എന്ന് പറയണം. അങ്ങയുടെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനിൽ അങ്ങ് എത്രത്തോളം കാരുണ്യം കാണിച്ചു, എൻ്റെ ഭക്തനായിട്ടുള്ള ഇവനിലും അതേമാതിരി കാരുണ്യം കാണിക്കണേ എന്നാണ് പറയണത്. പ്രഹ്ലാദൻ്റെ പ്രഭൗത്രനാണ് ഈ ബാണൻ എന്നുകൂടി അവിടെ സൂചന ഉണ്ട്. അതായത് പ്രഹ്ലാദൻ്റെ പുത്രനാണ് വിരോചനൻ്റെ പുത്രൻ ബലിയുടെ പുത്രനാണ് ഈ ബാണൻ. അങ്ങനെയുള്ള ഇവനിലും കാരുണ്യം കാണിക്കണേന്നാണ് പരമേശ്വരൻ പറയണത്, ആ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. 45ാമത്തെ ശ്ലോകം. അയം മമേഷ്ടോ ദൈതോ അനുവർത്തി എന്ന് വേണം. മമ ഇഷ്ടോ എന്ന് വരും, ദൈത അപ്പുറത്തുള്ളതുകൊണ്ട് മമേഷ്ടോ ദൈത ഇഷ്ട ദൈത ഒക്കെയാണ് ബാണൻ തനിക്ക് അതാണ് വാക്ക്. അവിടെ ഞാൻ മമ ഇഷ്ട എന്നാണ് വായിച്ചത്. ശ്രീ ഭഗവാനുവാച യഥാർത്ഥ ഭഗവം ത്വന്ന കരവാമ പ്രിയം തവ ഭവതോ യൽ വ്യവസിതം തന്മേ സാധ്വനുമോദിതം അവധ്യോയം മമാപ്യേഷ വൈരോചനിസുതോസുരം പ്രഹ്ലാദായ വരോ ദത്തോ നവധ്യോ മേ തവന്വയ ദർപ്പോപശമനായാസ്യ പ്രവൃക്ണാബാഹവോ മയാ സുദിതം ജബലം ഭൂരി യച്ച ഭാരായിരം ഭുവ. ഭഗവാൻ പരമേശ്വരനോട് പറയാണ്, ഹേ ഭഗവൻ എന്ന് തിരിച്ചും എങ്ങനെ വിളിക്കുന്നത്. ത്വം ന യൽ ആഥ, അങ്ങ് എന്നോട് എന്ത് പറഞ്ഞുവോ, തവ പ്രിയം അങ്ങയുടെ പ്രിയത്തെ കരവാമ ഞാൻ ചെയ്യുന്നുണ്ട്. ഭവത വ്യവസിതം അങ്ങയുടെ ആ പ്രവൃത്തി യൽ എന്തെന്നോ തൽ അത് മേ സാധു അനുമോദിതം എന്നാലും അനുമോദിക്കപ്പെട്ടതാണെന്ന് പറയണം ഭഗവാൻ പരമേശ്വരനോട്. അങ്ങക്ക് എന്താ ആഗ്രഹം തന്നെ വെച്ചാൽ ഞാനും അതന്നെ ചെയ്യൂ, എനിക്കത് ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം വൈരോചനിസുത അയം ഏഷ അസുര, വിരോചനൻ്റെ പുത്രനായ വൈരോചനിസുത, അതായത് വിരോചനൻ്റെ പുത്രനായ അയം ഏഷ അസുര, ഈ അസുരൻ മമ അഭി അവധ്യ, എനിക്കും അവധ്യനാണ്. അതായത് ഞാനും ഇവനെ വധിക്കാൻ പാടില്ല. കാരണം തവ അന്വയ, എന്തായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വംശം മേ ന വധ്യ, നിന്റെ വംശം എന്നാൽ വധിക്കപ്പെടുവാൻ തക്കതല്ല എന്ന് പ്രഹ്ലാദായ
ദത്ത, ഞാൻ പ്രഹ്ലാദന് വരം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. പ്രഹ്ലാദനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ആ വംശത്തിലുള്ള ആർക്കും ഞാൻ വധിക്കില്ല, ഇതില്ലേ എല്ലാവർക്കും മംഗളം ഭവിക്കുന്നുള്ള രീതിയിൽ ഭഗവാൻ വരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവനെ എനിക്കും വധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ എന്തുണ്ട്? ദർപ്പോപശമനായ അസ്യ ബാഹവാ ദർപ്പോപശമനായ മയാ പ്രവൃക്ണ, ഇവൻ്റെ ഈ കൈകൾ ഇവൻ്റെ ഈ അഹങ്കാര ശമനത്തിന് വേണ്ടിയിട്ട് എന്നാൽ പ്രവൃക്ണ മുറിക്കപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൽ ഭുവ ഭാര, ഇതവൻ്റെ ഈ കൈകളുണ്ടല്ലോ ഭൂമിക്ക് ഭാരമായിരിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം തൽ ഭൂരിബല അനേക സൈന്യം സൂതിതം, അങ്ങനെ ഭൂമിക്ക് ഭാരമായി തീരണ ഇവൻ്റെ ദുഷ്ട സൈന്യം ഉണ്ടല്ലോ അവരെ മുഴുവൻ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ എന്ന് പറയുകയാണ്. ഇനിയോ ചത്വാരോസ്യ ഭുജാശിഷ്ട ഭവിഷ്യന്യജരാമര പാർഷദമുഖ്യോ ഭവതോ ന കുതശ്ചിൽ ഭയോസുര ഇതി ലബ്ധ്വാഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുര പ്രാദ്യുമ്നിം രഥമാരോപ്യ സവധ്വാസമുപാനയൽ അക്ഷൗഹിണ്യാപരിവൃതം സുവാസ സമലംകൃതം സപത്നീകം പുരസ്കൃത്യ യയൗ രുദ്രാനുമോദിത. ഇങ്ങനെ ഭഗവാൻ പറയാണ്, ചത്വ ഇവൻ്റെ ശിഷ്ട അസ്യ ചത്വാരഭുജ, ഇവൻ്റെ ശേഷിച്ചിട്ടുള്ള 4 കൈകൾ ഞാൻ മുറിക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെയോ അജരാമര, ജരകളില്ലാത്തവയും നാശമില്ലാത്തവയുമായിട്ട് ഭവിക്കും എന്ന് പറയുകയാണ്. അതായത് ഇവൻ അജരയും അറിയുന്നുണ്ടാവുക ജരാമരണങ്ങളൊന്നും ഇവനും ഉണ്ടാവില്ല, ഇവൻ്റെ കൈകളും ഇതേമാതിരി ഉണ്ടാവും. ഭവത പാർഷദ മുഖ്യ എന്ന് മാത്രമല്ല അങ്ങയുടെ പാർശ്വതന്മാരിലെ മുഖ്യനായിത്തീരുന്ന ഈ അസുരൻ കുതശ്ചിൽ ഭയന, വേറെ ഏതിൽ നിന്നും ആ ഭയം ഒരിക്കലും ഇവനുണ്ടാവില്ല എന്നുകൂടി അനുഗ്രഹിക്കുകയാണ്. ഇതി ലബ്ധ അഭയം, ഇപ്രകാരം തനിക്ക് അഭയം തന്നിട്ടുള്ള കൃഷ്ണനെ ശിരസ പ്രണമ്യ, ശിരസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ഈ അസുരൻ പ്രാദ്യുമ്നിം സവധ്വ രഥം ആരോപ്യ സമുപാനയൽ, പ്രദ്യുമ്നപുത്രനായുള്ള അനിരുദ്ധനെ വധുവിനോടുകൂടി തേരിൽ കയറ്റിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ഇങ്ങനെ അക്ഷൗഹിണ്യാപരിവൃതം സുവാസമലംകൃതം സപത്നീകം പുരസ്കൃത്യ യയൗ രുദ്രാനുമോദിത. എങ്ങനെയാണ് ചതുരംഗസേന, ഒരു അക്ഷൗഹിണി ചതുരംഗസേനയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇവരെ വിശിഷ്ട നല്ല വസ്ത്രങ്ങളൊക്കെ അലങ്കൃതനായുള്ള അനിരുദ്ധനെ പത്നി സമേതനായിട്ട് മുന്നിൽ യാത്രയാക്കിക്കൊണ്ട് അങ്ങനെ അനുഗമിച്ചുകൊണ്ട് സൈന്യമുണ്ട്. അങ്ങനെ പരമേശ്വരനൊക്കെ അവർ അനുമോദിച്ചുകൊണ്ട് പരമേശ്വരനും ഒക്കെ ആശീർവദിച്ചുകൊണ്ട് കൂടെ ഉണ്ട്. അങ്ങനെയാണ് അവരെ അവിടെ കൊണ്ടുവന്നാക്കിയത്. ഇങ്ങനെ ആ ബാണൻ ബന്ധുഭാവത്തിൽ ഭഗവാനെയും തൻ്റെ എങ്ങനെയാണ് അതുമാതിരി തൻ്റെ പുത്രിയും ജാമാതാവിനെയൊക്കെ അത്യാഡംബരപൂർവം ദ്വാരകയിലേക്ക് അങ്ങോട്ട് ആനയിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ സ്വരാജധാന്യം സമലംകൃതം ധ്വജൈ സതോരണൈർ വൃക്ഷിതമാർഗചത്വരം വിവേശ സംഘാനഗതുന്ദു വിശ്വനൈർ അഭ്യുദ്യത പൗരസുഹൃദ്വിജാതിവി. അപ്പോഴേക്കും ഇവിടെ ദ്വാരകയിൽ എങ്ങനെയാണ് സതോരണൈ ധ്വജൈ സമലംകൃതാം, നല്ല തോരണങ്ങളോട് കൂടിയുള്ള കൊടിക്കൂറകളാൽ ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടതും ഉക്ഷിത മാർഗചത്വര, നല്ല വെള്ളം നനച്ച് വൃത്തിയാക്കിയുള്ള രാജവീതികളും നടുമുറ്റത്തോടും കൂടിയുമായിട്ടുള്ള തൻ്റെ തൻ്റെ രാജധാനിയിലേക്ക് ശംഖ ആനകദുന്ദുവിസ്വനൈ, അതുമുതൽ ആ ശംഖം ആനകദുന്ദുവി തുടങ്ങിയുള്ള മംഗളവാദ്യങ്ങളോടൊക്കെ കൂടിയിട്ട് പൗരസുഹൃൽ ദ്വിജാതിഭി, പൗരജനങ്ങൾ, സുഹൃത്തുക്കൾ, ബ്രാഹ്മണർ എന്നിവരാൽ അഭ്യുദ്യത എതിരേൽക്കപ്പെട്ടവനായിട്ട് വിവേശ ഭഗവാൻ തൻ്റെ പുത്രനോടും പൗത്രനോടും പത്നിയോടും കൂടിയിട്ട് കേമായിട്ടുള്ള സൈന്യത്തോട് കൂടിയിട്ട് അവിടെ അങ്ങോട്ട് ദ്വാരകയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. യേവം കൃഷ്ണ വിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേൽ പ്രാതരുദ്ധായ നതസ്യൽപരാജയ. ഇനി ഈ
ബാണയുദ്ധത്തിൻ്റെയും പരമേശ്വര ശങ്കരമോഹനത്തിൻ്റെയൊക്കെ ഫലശ്രുതി പറയാണ് കേട്ടാലുള്ള ഏവം കൃഷ്ണവിജയം, ആരാണോ ഇപ്രകാരമുള്ള ശങ്കരേണ സംയുഗം പരമേശ്വരനുമായിട്ടുള്ള ഭഗവാന്റെ യുദ്ധത്തെയും അതിൽ ശ്രീകൃഷ്ണന്റെ വിജയത്തെയും ഉത്ഥായ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്മരിക്കുന്നത്, തസ്യ പരാജയ നസ്യൽ, അവന് ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഒന്നും ഉണ്ടാവില്ല. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധാനേന നാമ 63 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.